طلبتي الأعزاء السلام عليكم ورحمة الله. مرحبا بكم جميعا إلى صف جديد. أبنائي كيف حالكم؟ زين الحمد لله. പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഉൻഖുറൂലിൽ ഫലാഹ് എന്ന നാടകത്തിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഭാഗമായിരുന്നു. എന്താണ് നാടകത്തിൻ്റെ ആ ഭാഗങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്? ഫുആദ് എന്ന് പറയുന്ന ഒരു കുട്ടി, അവൻ പഠിക്കാൻ വേണ്ടി പഠന ആവശ്യാർത്ഥം ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു. പഠന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കൂ എന്ന് അവൻ്റെ മാതാപിതാക്കളോട് കരാർ ചെയ്തുകൊണ്ട് അവൻ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുപ്പിച്ചു. എന്നിട്ടവൻ അതിനാണോ അത് ഉപയോഗിച്ചത്? അല്ല. അവൻ തൻ്റെ കൂട്ടുകാരുമായി ചാറ്റിംഗ് നടത്താനും ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കാനും അതുപോലെ അവരുമായി SMS അയക്കാനുമൊക്കെയാണ് അവൻ അത് ഉപയോഗിച്ചത്. അങ്ങനെ ഈ ഫുആദ് എന്ന കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. എങ്കിൽ നിങ്ങൾ നാടകത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കൂ. اللوحة الثالثة. على المسرح حجرة الجلوس يمشي خال فؤاد هنا وهناك مضطربا وعلى وجهه آثار الغضب والأسف والأم تقف أمام باب الغرفة. استمعوا. صدقوا. اللوحة الثالثة. رنغم 3 സീൻ 3. അലൽ മസ്റഹി സ്റ്റേജിൽ ഹുജ്റത്തുൽ ജുലൂസ് ദറസ്നാ മിൻ ഖബൽ. ഇത് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചതാണ്. ഹുജ്റത്തുൽ ജുലൂസ് എന്താണ് അർത്ഥം? അതെ, ലിവിങ് റൂം, സ്വീകരണ മുറി. അപ്പോൾ സ്റ്റേജിൽ ഉള്ളത് ഒരു ലിവിങ് റൂമാണ്. യംഷി ഖാലു ഫുആദിൻ ഹുന വ ഹുനാക് മുൽത്വരിബൻ. അവിടെ ഫുആദിൻ്റെ ഖാല് നിങ്ങൾക്കറിയാം എന്താണ്? അങ്കിൾ, അമ്മാവൻ. അവിടെ ഫുആദിൻ്റെ അമ്മാവൻ നടക്കുന്നു. ഹുനാവ ഹുനാക്ക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. മുൽത്വരിബൻ എങ്ങനെ? അസ്വസ്ഥനായിട്ട്, ആകെ അസ്വസ്ഥനായിക്കൊണ്ട് ഫുആദിൻ്റെ അമ്മാവൻ ആ ലിവിങ് റൂമിലൂടെ അങ്ങും ഇങ്ങും നടക്കുന്നു. വഅല വജ്ഹിഹി ആസാറുൽ ഒളബി വല്ലസഫി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടയാളങ്ങളുണ്ട്. ആസാർ, അസർജം ആസാർ അറിയാം, അടയാളങ്ങൾ. ഒളബ് ദേഷ്യം, അസഫ് എന്ന് പറഞ്ഞാലോ ദുഃഖം. അപ്പോൾ ദുഃഖത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും അടയാളം ഈ ഫുആദിൻ്റെ ഖാലിൻ്റെ അമ്മാവൻ്റെ മുഖത്ത് പ്രകടമായി കാണുന്നുണ്ട്. വൽ ഉമ്മു, ഫുആദിൻ്റെ ഉമ്മ, തഖിഫു അമാമ ബാബിൽ ഖുർഫ, റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ആ റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ഫുആദിൻ്റെ ഉമ്മ അങ്ങനെ നിൽക്കുന്നു. ഇതാണ് നാടകം ആരംഭിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ, വേദിയിൽ ഉള്ളത്. അങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ട് അൽ ഖാലു, അമ്മാവൻ പറയുകയാണ്, ഹൈന ഫുആദ് ശബക ദർദശ അസൂറ അൽ അസ്തിഖാ എന്നിങ്ങനെ പറയുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹൈന ഫുആദ്, എവിടെ ഫുആദ്? ശബക നെറ്റ്, ദർദശ ചാറ്റിങ്, അസൂറത്തു ഫോട്ടോസ്, അൽ അസ്തിഖാ ഫ്രണ്ട്സ് കൂട്ടുകാർ. ഇങ്ങനെ ഓരോരോ വേർഡ്സുകൾ ഇങ്ങനെ ഉച്ചരിക്കുകയാണ് ആര്? ഫുആദിൻ്റെ അമ്മാവൻ. അപ്പോൾ അൽ ഉമ്മ ചോദിക്കുകയാണ്, ഹായിറത്തൻ, എങ്ങനെ? പരിഭ്രമിക്കുന്നവളായിട്ട്. ഉമ്മ പറയുന്ന വാക്കുകൾ ഉമ്മ പരിഭ്രമിക്കുന്നവളായിട്ടാണ് പറയുന്നത്. ഹായിറ ആന പരിഭ്രമിക്കുന്നവൾ. ഉമ്മ എന്താ പറഞ്ഞത്? മാ ബിഹിയ അഹി, എൻ്റെ സഹോദര എന്ത് പറ്റി ഫുആദിന്? അവൻ എന്ത് പറ്റി? മാ ബിഹി, അവൻ എന്ത് സംഭവിച്ചു? യാ അഹി, എൻ്റെ സഹോദര. അമ്മാവനാണല്ലോ. അപ്പോൾ ഫുആദിൻ്റെ ഉമ്മയുടെ ആരായിട്ടാണ് വരിക? നിങ്ങൾക്കറിയാം, സഹോദരനാണ്, ബ്രദറാണ്. അപ്പോൾ പറയാണ്, മാ ബിഹി യാ അഹി, എന്ത് പറ്റി എൻ്റെ സഹോദര ഫുആദിന്? വലം യസ്വിൽ ഇലൽ ബൈത്തി ഹത്തൽ ആൻ, അവൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല, ഇതുവരെ അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് അവന് പറ്റിയത്? ഖുൽ ബി സൊറാഹ, നിങ്ങളതൊന്ന് വ്യക്തമായി പറയൂ. സൊറാഹത്തിൻ്റെ അർത്ഥം വ്യക്തത എന്നാണ്. അതൊന്ന് വ്യക്തമായി പറയൂ, ഒന്ന് തെളിച്ച് പറയൂ. ഹൽ വഖഅ ഫുആദ് ഫി ഫിത്നത്തിമ്മ, ഫുആദ് എന്തെങ്കിലും നാശത്തിൽ സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും നാശം, എന്തെങ്കിലും വിപത്ത് പറ്റിയോ? ഹൽ വഖഅ ഫുആദ്, ഫുആദ് സംഭവിച്ചു പോയോ? ഫി ഫിത്നത്തിമ്മ, എന്തെങ്കിലും നാശത്തിൽ അവൻ പെട്ടുപോയോ? അൽ ഖാലു,
ഇത് കേട്ടപ്പോൾ അമ്മാവൻ, അല്ലേ, ഇതൊക്കെ ഉമ്മ പറഞ്ഞത് ഹായിറത്തായിട്ടാണ്, പരിഭ്രമിക്കുന്നവളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അൽ ഖാലു, അമ്മാവൻ എന്ത് ചെയ്യുന്നു, മുവാസിയൻ അൽ ഉഖ്ത, തൻ്റെ സഹോദരിയെ എന്ത് ചെയ്യുന്നു, സമാധാനിപ്പിക്കുന്നു. വാസായുവാസി, മുവാസിൻ്റെ അർത്ഥം സമാധാനിപ്പിക്കുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നവൻ. അപ്പോൾ സമാധാനിപ്പിക്കുന്നവനായിട്ട് പറയുകയാണ് അമ്മാവൻ എന്ത്, ഹാത്തഫനി സുർത്തുയ്യുൻ ലൈലത്ത അംസി, ഇന്നലെ രാത്രി പോലീസ് എന്നെ ഫോൺ ചെയ്തു. ഹാത്തഫ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ചു. ഹാത്തിഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോൺ എന്നാണ്. ഹാത്തഫനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാലിയായ ഫീൽ എന്നെ ഫോൺ ചെയ്തു. ആര്യ സുർത്തുയ്യുൻ, പോലീസുകാരൻ, ലൈലത്താംസി, ഇന്നലെ രാത്രി, ഹുവ സ്വദീഖി, ആ പോലീസ് എൻ്റെ സഹോദരൻ, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഫ്രണ്ടാണ് ആ പോലീസുകാരൻ. അങ്ങനെ എൻ്റെ കൂട്ടുകാരനായ ഒരു പോലീസുകാരൻ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. യാമലു, ആ പോലീസുകാരൻ ജോലി ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, ഫി ഖിസ്മി ജറായിമി സൈബർ, എവിടെ, സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ. ഈ പോലീസുകാരൻ ജോലി ചെയ്യുന്ന വകുപ്പ് പറയാണ്. ഫി ഖിസ്മ്, ഖിസ്മിൻ്റെ അർത്ഥം എന്താ, വിഭാഗം. ജരീമത്തിൻ്റെ ജമ്മാണ് ജറായിമ്, എന്താണ് അർത്ഥം, കുറ്റകൃത്യങ്ങൾ എന്നാണ്. സൈബർ എന്ന് പറഞ്ഞാൽ സൈബർ തന്നെ. അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ആ പോലീസുകാരൻ. ബി മഖ്ഫര ഷുർത്ത, ഇവിടെ പോലീസ് സ്റ്റേഷനിൽ. മഖ്ഫറ ഷുർത്ത മാന പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഇന്നലെ രാത്രി എനിക്ക് ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം അല്ലേ, സൈബർ സെല്ല് എന്നൊക്കെ നമ്മൾ പറയും. സൈബർ സെല്ല് കുറ്റകൃത്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന പോലീസിൻ്റെ ഒരു വിഭാഗമാണ് സൈബർ സെല്ല്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗത്തിലാണ് ഈ പോലീസുകാരൻ ജോലി ചെയ്യുന്നത്. ഏതായാലും അദ്ദേഹം എന്നെ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ അൽ ഉമ്മു, ഉമ്മ, ബാക്കിയത്തൻ, പക്കായബക്കി ബാക്കിയത്ത്, എന്താ, കരയുന്നവൾ, അല്ലേ. പോലീസുകാരനൊക്കെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഉമ്മക്ക് കരച്ചിൽ വന്നു. ഉമ്മ കരയുന്നവളായിട്ടാണ് ഇനിയുള്ള വാക്ക് പറയുന്നത്. യാ ഉഖയ്യ മാദാ ഫഅല ഫുആദ് വമാ ദംബുഹു അഖ്ബിർനി ബികുല്ലി മാ ഹദസ. ഇത് ഉമ്മ പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. ആ കരയുന്ന ഭാവത്തിൽ എന്ത് ചെയ്യണം, അത് വായിക്കണം. നിങ്ങളങ്ങനെ വായിക്കണം. യാ ഉഖയ്യ, എൻ്റെ സഹോദര, എൻ്റെ പൊന്നു സഹോദര, മാദാ ഫഅല ഫുആദ്, ഫുആദ് എന്താണ് ചെയ്തത്, വമാ ദംബുഹു, അവൻ്റെ തെറ്റെന്താണ്, ദംബ് മാന തെറ്റ്, ദോഷം, അവൻ ചെയ്ത തെറ്റെന്താണ്, അഖ്ബിർനി ബികുല്ലി മാ ഹദസ, നടന്നതെല്ലാം നിങ്ങൾ എന്നോട് പറയൂ, അഖ്ബിർനി, നീ എന്നോട് പറയൂ, ബികുല്ലി മാ ഹദസ, സംഭവിച്ചതെല്ലാം, നടന്നതെല്ലാം നിങ്ങൾ എന്നോട് പറയൂ. എന്താണ് അവൻ ചെയ്ത തെറ്റ്, എന്താണ് ഫുആദ് ചെയ്തത്, എൻ്റെ പൊന്നു സഹോദര എന്ന് ഉമ്മ കരഞ്ഞുകൊണ്ട് കരയുന്നവളായിട്ട് പറയുന്നു. അപ്പോൾ അൽ ഖാലു, അമ്മാവൻ പറഞ്ഞു കൊടുക്കുകയാണ്, മുൻദു അയ്യാമിൻ, കുറച്ചു ദിവസങ്ങളായിട്ട്. മുൻദു എന്ന് പറഞ്ഞാൽ മുതൽ എന്നാണ്, സമയം മുതൽ. അപ്പോൾ മുൻദു അയ്യാമിൻ, കുറച്ച് ദിവസമായിട്ട്, കുറച്ച് ദിവസം മുതൽ, ഫുആദുൻ, ഫുആദ്, യുദർദിഷു, അവൻ ചാറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു ചാറ്റിങ്ങിന് എന്താ പറയുക, ദർദശ. അപ്പോൾ അതിൻ്റെ ഫെയിലാണ് ദർദശ യുദർദിഷു, മുലാരിയ. ദർദശ യുദർദിഷു എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുന്നു. ഫുആദ് ആരുമായിട്ട്, മാ അസ്തിഖായി സൂ, അവൻ്റെ ചീത്ത കൂട്ടുകാരുമായിട്ട്. സുദീഖ് അസ്തിഖാവ് നിങ്ങൾക്കറിയാം, കൂട്ടുകാർ. സൂ എന്നാൽ ചീത്തയായ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുആദ് അവൻ്റെ ചീത്ത കൂട്ടുകാരുമായിട്ട് അവൻ എന്താണ്, ചാറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചാറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയഖൂമു ബി തഹ്മീലി സുവരി ഇലൈഹിം, അവൻ അവരിലേക്ക് ഇമേജുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് അവൻ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നു. അബർ ഫേസ്ബുക്ക്, ഏതിലൂടെ, ഫേസ്ബുക്കിലൂടെ. അബർ എന്ന് പറഞ്ഞാൽ മുഖേന എന്നാണ്. ആ ഫേസ്ബുക്ക് മുഖേന അവൻ അവരിലേക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. വലാ ശഖ് ഹാദിഹി ദർദശ തുഅദ്ദി ഇലാ ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ. വലാ ശഖ് എന്ന് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, നോ ഡൗട്ട്, ഒരു സംശയവുമില്ല. ഹാദിഹി ദർദശ, ഈ ചാറ്റിങ്, തുഅദ്ദി, അവനെ നയിക്കും, അവനെ കൊണ്ടുപോകും എങ്ങോട്ട്, ഇലാ ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ എന്ന് പറഞ്ഞാൽ സ്വഭാവ വൈകൃതം എന്നാണ്. അവൻ്റെ സ്വഭാവം ചീത്തയായി പോകുന്നതിലേക്ക് അവനെ നയിക്കും എന്ന കാര്യത്തിൽ എന്തില്ല, ഒരു സംശയവുമില്ല. ഈ ചീത്ത കൂട്ടുകാരുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട്, ഈ ചാറ്റിങ്ങൊക്കെ അവൻ്റെ സ്വഭാവം
ചീത്തയാക്കുമെന്ന കാര്യത്തിൽ എന്തില്ല, എനിക്കൊരു സംശയവുമില്ല. നോക്കൂ, വലാശക്ക, ഒരു സംശയവുമില്ല. ഹാദി ദർദസത്തു, ഈ ചാറ്റിങ് തുവദ്ദി, അവനെ നയിക്കും എങ്ങോട്ട്, ഇല ഇൻഹിറാഫാത്തിൻ സുലൂക്കിയ എന്നുള്ളതിൻ്റെ ഒന്നിച്ചർത്ഥം സ്വഭാവ വൈകൃതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം ചീത്തയായി പോകുന്നതിലേക്ക്. അല്ലുമ്മു, ഇത് കേട്ടപ്പോൾ ഉമ്മ പറയാണ് നാം, യെസ്, അതെ. ഹാദാ മാ സാദ ഖലഖി അലൈഹി, ഇത് തന്നെയായിരുന്നു അവൻ്റെ മേലിലുള്ള എൻ്റെ അസ്വസ്ഥത. ഖലഖ് എന്ന് പറഞ്ഞാലും അസ്വസ്ഥത എന്നാണ്. അപ്പോൾ ഹാദാ, ഇതാണ് മാ സാദ ഖലഖി, എൻ്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചത് അലൈഹി, അവൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് അവൻ എന്നോട് എടുത്തു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ഒരുപാട് എതിർത്തതായിരുന്നു. എനിക്കതിൽ അസ്വസ്ഥതയുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മ പറയുന്നു കമ്മിൻ വോദിൻ, എത്ര കരാറുകളാണ്. വാദിൻ്റെ ജമ്മാണ് വോദ്, കരാറുകൾ. വാദുൻ വോദുൻ, എത്ര കരാറാണ്. ഇത്തഹദത്തുഹ, ഞാൻ അവനിൽ നിന്ന് എടുത്തത്. മിൻ ഫുആദിൽ നിന്ന്. അപ്പോൾ ഒരുപാട് കരാറുകൾ ഞാൻ അവനിൽ നിന്ന്, ഫുആദിൽ നിന്ന് എടുത്തതാണ്. എന്നിട്ടാണ് അവൻ ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു കൊടുത്തത്. ഇതന്നെയായിരുന്നു എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണം. ഇങ്ങനെ ഖാലും ഉമ്മും, ഫുആദിൻ്റെ അമ്മാവനും അവൻ്റെ ഉമ്മയും സംസാരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അതാ വീട്ടിലേക്ക് നോക്കൂ, യദ്ഖുലു ഫുആദുൻ അൽ മൻസില, ഫുആദ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഫുആദ് വീട്ടിലേക്ക് കടന്നു വരുന്നു. എങ്ങനെ? ഫി സിയ്യിൻ മദ്രസിയൻ, യൂണിഫോമിലാണ് വരുന്നത്, സ്കൂൾ വേഷത്തിൽ. സിയ്യിൻ്റെ ശരിക്കർത്ഥം വേഷം എന്നാണ്. അപ്പോൾ സിയ്യുൻ മദ്രസി എന്ന് പറഞ്ഞാൽ യൂണിഫോം എന്നാണ്. അപ്പോൾ യൂണിഫോമിൽ ഫുആദ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. വയൽനുറു ഇല വജഹിൽ ഉമ്മി മറത്തൻ വൈല വജഹിൽ ഖാലി മറത്തൻ, അവൻ എന്ത് ചെയ്യുന്നു? ഒരു പ്രാവശ്യം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു, മറ്റൊരിക്കൽ അവൻ്റെ അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. മനസ്സിലായില്ലേ? വയൽനുറു, അവൻ നോക്കുന്നു, ഇല വജഹിൽ ഉമ്മി, ഉമ്മൻ്റെ മുഖത്തേക്ക് മറത്തൻ ഒരിക്കൽ, വൈല വജഹിൽ ഖാലി, അമ്മാവൻ്റെ മുഖത്തേക്ക് നോക്കുന്നു, മറത്തൻ മറ്റൊരു പ്രാവശ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോക്കുന്നു. ഉഖ്തുഹു സൽമ, അവൻ്റെ സഹോദരി സൽമ, തഖിഫു ബി ജിവാരിൽ ഉമ്മി ഹസീനത്തൻ, ഉമ്മയുടെ അടുത്ത് തന്നെ ദുഃഖിതയായി നിൽക്കുന്നുണ്ട്. അവൻ്റെ പെങ്ങൾ സൽമ ഉമ്മയുടെ അടുത്ത് തന്നെ ദുഃഖിതയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വയറൽ കമ്പ്യൂട്ടർ അവൻ കാണുന്നു. ഖദ് ഫുസില അനി ശബകതി, അത് നെറ്റിൽ നിന്ന് വിച്ഛേദിച്ചിരിക്കുന്നു. ഫുസില എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്തി. ഫുസില കണക്ഷൻ, അത് എന്താണ്? വേർപ്പെടുത്തിയിരിക്കുന്നു. അനി ശബകത്തി, നെറ്റിൽ നിന്ന്. അപ്പോൾ നെറ്റിൽ നിന്നൊക്കെ എന്താണ്? കമ്പ്യൂട്ടറൊക്കെ വേർപ്പെടുത്തിയിരിക്കുന്നു, വിച്ഛേദിച്ചിരിക്കുന്നു. ഇതാണ് ഫുആദ് കാണുന്നത്. സൽമ, അപ്പോൾ ഫുആദ്, ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫുആദ് വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ സൽമ എന്ത് ചെയ്യുന്നു? പെങ്ങൾ, അവൻ്റെ സഹോദരി, മുസീറത്തൻ ഇലൽ ഖാരിജി, പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. മുസീറത്തിൻ്റെ അർത്ഥം ആംഗ്യം കാണിക്കുന്നവൾ എന്നാണ്. അഷാറ യുഷീറു, മുസീറത്ത്. അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവളായിട്ട് ഇലൽ ഖാരിജി, പുറത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു സൽമ, ദാ ഫുആദ് യഹ്ലുറു, ദാ ഫുആദ് യഹ്ലുറു, ഇതാ ഫുആദ് വരുന്നുണ്ട്, ഇതാ ഫുആദ് വരുന്നു. അപ്പോൾ ഫുആദ് കടന്നു വന്നു വീട്ടിലേക്ക്. എന്നിട്ട് ഫുആദ് പറയാണ്, ചോദിക്കാണ്, മാ ബിക്കി യാ ഉമ്മ, എന്തു പറ്റി? നിങ്ങൾക്ക് എന്താണ്? മാ ബിക്കി, എന്തു പറ്റി നിങ്ങൾക്ക്? യാ ഉമ്മ, എൻ്റെ ഉമ്മ. അല്ലേ, ഉമ്മ ദുഃഖിച്ച് കരഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ, നിങ്ങൾക്ക് എന്ത് പറ്റി? മല്ലദി ജാ ബിക അൽ ആൻ യാ ഖാൽ, അമ്മാവ, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? മല്ലദി, എന്തൊന്നാണ്? ജാ ബിക, നിങ്ങളെ കൊണ്ടുവന്നത്, അല്ലാന ഇപ്പോൾ, യാ ഖാലു, അമ്മാവ എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യത്തിനാണ് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? മാതാ ഹദസ, എന്താണ് സംഭവിച്ചത്? എന്താ നടന്നത്? അറാക്ക സാലാൻ, നിങ്ങളെ ഞാൻ സാലാനായിട്ട് കാണുന്നു. സാലാൻ മാന ഓളബാൻ, ഒളബാൻ എന്താർത്ഥം? ദേഷ്യപ്പെട്ടവൻ, കുപിതൻ, അല്ലെങ്കിൽ എന്ത് പറയാം, രോഷാകുലൻ എന്നൊക്കെ പറയും. അപ്പോൾ സാലാൻ്റെ അർത്ഥം ഒളബാൻ എന്നേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ദേഷ്യപ്പെട്ടവനായിട്ട് കാണുന്നു, കുപിതനായിട്ട് കാണുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്താണ് ഉമ്മ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അൽ ഖാലു, അപ്പം അമ്മാവൻ പറയാണ്, ഗാളിബൻ, ദേഷ്യത്തോടെ തന്നെയാണ് അമ്മാവൻ പറയുന്നത്. ദേഷ്യപ്പെട്ടവനായിട്ട് പറയുന്നു. ദർദശ സൂറ റസായിൽ ഇലാമൻ അർസൽതഹ അബറ ഫേസ്ബുക്ക് എന്ന് ചോദിക്കുന്നു ദേഷ്യത്തോടെ. എന്താർത്ഥം? ദർദശ, ചാറ്റിങ്, സൂറ, ഫോട്ടോ, റസായിൽ, SMS-കൾ,
ഇലാമൻ അർസൽതഹ അബറ ഫേസ്ബുക്ക്, നീ ആർക്കാണോ ഫേസ്ബുക്ക് മുഖേന ഇതൊക്കെ അയച്ചു കൊണ്ടിരുന്നത്, ഫേസ്ബുക്കിലൂടെ നീ ഇതൊക്കെ ആർക്കാണ് അയച്ചത് എന്ന് അമ്മാവൻ ദേഷ്യത്തോടെ പറയുന്നു. അല്ലുമ്മു, അപ്പോൾ ഉമ്മയും ഗാളിബത്തൻ ദേഷ്യപ്പെട്ടവളായിട്ട് പറയുന്നു, യാ ഫുആദ് ഫീമ ഇസ്തഖദംതൽ ഇൻ്റർനെറ്റ് മാദാ കാനൽ അഹദു ബൈനന അനസീത ദാലിക് എന്നുമ്മ ചോദിക്കുന്നു ദേഷ്യത്തോടെ. യാ ഫുആദ്, യാ ഫുആദെ ഫീമ ഇസ്തഖദംതൽ ഇൻ്റർനെറ്റ്, നീ എന്തിനാണല്ലോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത്? ഇസ്തഖദമ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. നീ എന്തിനാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചത്? മാദാ കാനൽ അഹദു ബൈനന, നമുക്കിടയിലുള്ള അഹദ് എന്തായിരുന്നു? അഹദ് മാന വാദ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ വാദ് വോദ് എന്തായിരുന്നു അർത്ഥം? അതെ, കരാർ. അപ്പോൾ അഹദ് വാദ് ബി മാനൻ വാഹിദിൻ, ഒരേ അർത്ഥത്തിനാണ്, കരാർ എന്നാണ്. മാദാ കാനൽ അഹദു ബൈനന, മാദാ കാനൽ വാദു ബൈനന, നമ്മൾക്കിടയിലുള്ള കരാർ എന്തായിരുന്നു? അനസീത ദാലിക്, നീ അതൊക്കെ മറന്നുപോയോ? ഈ ഇൻ്റർനെറ്റ് എടുത്തു തരാനേ നീ എന്തൊക്കെ പറഞ്ഞ് എന്ത് വാശി പിടിച്ചാണ് നീ അത് എടുപ്പിച്ചത്? എന്നിട്ട് നമ്മൾ തമ്മിൽ ഒരുപാട് കരാറെടുത്തിരുന്നില്ലേ? അനസീത ദാലിക്, അതൊക്കെ നീ മറന്നുപോയോ, വിസ്മരിച്ചു പോയോ? ഇത് കേട്ടപ്പോൾ ഫുആദ് ബാക്കിയൻ, ഫുആദ് കരയുന്നവനായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചതെല്ലാം ഇവർ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഫുആദിന് മനസ്സിലായി. അപ്പോൾ ഫുആദ് ബാക്കിയൻ, ഫുആദ് എന്ത് ചെയ്യുന്നു? കരയുന്നു. കരഞ്ഞുകൊണ്ട് ഫുആദ് പറയുന്നു, മാ ദംബി യാ ഉമ്മി, മാ ദംബി അന എന്നിങ്ങനെ പറയുന്നു. എന്താർത്ഥം? മാ ദംബി യാ ഉമ്മി, എന്താണ് ഉമ്മ എൻ്റെ തെറ്റ്? ദമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു തെറ്റ്, ദോഷം. അപ്പം മാ ദംബി യാ ഉമ്മി, എൻ്റെ ഉമ്മ എൻ്റെ തെറ്റെന്താണ്? ആ വാക്ക് അവൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അത് എന്താണ്? വിക്കിയാണ് പറയുന്നത്, അതാണ് മുറിച്ചെഴുതിക്കണ വാക്ക്. മാ ദംബി അന, എൻ്റെ തെറ്റെന്താണ് ഉമ്മ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇല്ല അന അർസൽതു അൽ ബരീദ വസുവറ ഇല അസ്തിഖായി, ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താർത്ഥം? ഇല്ല അന അർസൽതു, ഞാൻ അയച്ചു അൽ ബരീദ, ഇമെയിൽ. അൽ ബരീദ് മാന ഇമെയിൽ, അൽ ബരീദുൽ ഇലക്ട്രോണി എന്ന് പറയും, അല്ലെങ്കിൽ അൽ ബരീദ് എന്ന് പറഞ്ഞാലും ഇമെയിൽ എന്നാണ്. ഞാൻ ഇമെയിൽ അയച്ചു, വസുവറ ഫോട്ടോകളും അയച്ചു കൊടുത്തു, ഇല അസ്തിഖായി എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ കൂട്ടുകാർക്ക്. ഇതല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അൽ ഖാൽ. അപ്പം അമ്മാവൻ പറയുന്നു, യാ ഫുആദ്, യേ ഫുആദേ ലം തുഫക്കിർ ആഖിബത്ത ഫഅലിക ഖത്തു, നീ നിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്ത്യം ചിന്തിച്ചില്ല. ലം തുഫക്കിർ, ഫക്കറ യുഫക്കിറു, ചിന്തിക്കുക, ആലോചിക്കുക. അപ്പം നീ ചിന്തിച്ചില്ല. ആഖിബത്ത് മാന അന്ത്യം, അവസാനം എന്നാണ് ആഖിബത്ത്. ആഖിബത്ത ഫഅലിക, നിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്ത്യം നീ ചിന്തിച്ചില്ല. ഖത്തു എന്ന് പറഞ്ഞാൽ തീരെ തന്നെ. അപ്പം നീ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ദോഷങ്ങളും അതിനെപ്പറ്റിയൊന്നും നീ ചിന്തിച്ചില്ല. നീ എന്നിട്ട് എന്താണ്? ഇൻ്റർനെറ്റ് എന്തൊക്കെ തെറ്റായ രൂപത്തിൽ നീ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത് ഫുആദേ എന്ന അമ്മാവൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ യജ്ലിസു ഫുആദുൻ, നോക്കൂ ആ ചിത്രത്തിൻ്റെ താഴെ, യജ്ലിസു ഫുആദുൻ, ഫുആദ് ഇരിക്കുന്നു, അലൽ കുർസിയി, അവിടെയുള്ള ഒരു കസേരമേലിരിക്കുന്നു, മുത്രിക്കൻ റസഹു, അവൻ്റെ തല താഴ്ത്തിയവനായിട്ട്. മുത്രിക്കിൻ്റെ അർത്ഥം കുനിക്കുക എന്നാണ്, തല താഴ്ത്തുക. അപ്പോൾ ഫുആദ് അവിടെ ചെയറിലിരിക്കുന്നു, എങ്ങനെ? മുത്രിക്കൻ റസഹു, അവൻ്റെ തല കുനിച്ചവനായിട്ട്, താഴ്ത്തിയവനായിട്ട്. അപ്പോഴോ തഖറുബുൽ ഉമ്മു വൽ ഖാലു അനിൽ മസ്റഹി, ആ സമയത്ത് ഉമ്മയും അമ്മാവനും സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു, മറഞ്ഞു പോകുന്നു. തഖറുബു മറയുന്നു, അല്ലുമ്മു ഉമ്മയും, വൽ ഖാലു അമ്മാവനും, അനിൽ മസ്റഹി വേദിയിൽ നിന്ന്. എന്നിട്ടോ വയദുഖുലുൽ ജദ്ദു, ഫുആദിൻ്റെ അടുത്തേക്ക് ആര് കടന്നു വരുന്നു? അവൻ്റെ ഗ്രാൻഡ് ഫാദർ, അവൻ്റെ വല്ലിപ്പ കടന്നു വരുന്നു. അപ്പോൾ ഇവരങ്ങോട്ട് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഫുആദിൻ്റെ അടുക്കലേക്ക് ആരാണ് വരുന്നത്? അവൻ്റെ ഗ്രാൻഡ് ഫാദർ, അവൻ്റെ വല്ലിപ്പ കടന്നു വരുന്നു. അങ്ങനെ വല്ലിപ്പ ഇവനോട് എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇന്നത്തെ ക്ലാസ് നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.